കണ്ണൂരിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടിത്തറ ഇളകിയിരിക്കുകയാണ്. കണ്ണൂരിൽ പാർട്ടിക്കുള്ളിലെ ചേരിതിരിഞ്ഞുള്ള പോരൊരു വശത്ത്, ഇതിനിടയിൽ TP വധക്കേസിലെ പ്രതികളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നടക്കുന്ന സംഭവങ്ങൾ എല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-നും ആഭ്യന്തര വകുപ്പിനും പൊല്ലാപ്പായി മാറും. P. ജയരാജന്റെ മകൻ സ്വർണം പൊട്ടിക്കലിന്റെ കോർഡിനേറ്റർ, റെഡ് ആർമിക്ക് പിന്നിലും അയാളെന്ന മനു തോമസ്. P. ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൊട്ടേഷൻ സംഘങ്ങൾക്ക് വേണ്ടിയാണ്. കൊട്ടേഷൻ സംഘങ്ങളുടെ വധഭീഷണിയുണ്ടെന്നും മനു തോമസ് പ്രമുഖ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചിരിക്കുകയാണ്. P. ജയരാജനും മകനുമെതിരെ രൂക്ഷ ആരോപണവുമായി CPM മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ്. P. ജയരാജന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് കൊട്ടേഷൻ സംഘങ്ങൾക്ക് വേണ്ടിയാണ്. P. ജയരാജന്റെ മകൻ സ്വർണം പൊട്ടിക്കലിന്റെ കോർഡിനേറ്ററാണ്. ഇയാളാണ് റെഡ് ആർമിക്ക് പിന്നിലെന്നും മനു തോമസ് ആരോപിക്കുന്നു. കൊട്ടേഷൻ സംഘങ്ങളുടെ വധഭീഷണിയുണ്ടെന്നും മനു തോമസ് പ്രതികരിച്ചിരിക്കുകയാണ്. P. ജയരാജനുമായി വ്യക്തിപരമായി പ്രശ്നങ്ങളില്ല, എന്നാൽ താനുമായി ഒരു സംവാദത്തിന് ജയരാജൻ ഇതുവരെ തയ്യാറായിട്ടില്ല. താൻ ഉന്നയിച്ച ചില കാര്യങ്ങളിൽ P. ജയരാജന് അസഹിഷ്ണുത ഉണ്ടെന്നും ആരെയും പേടിച്ചു പറയേണ്ടത് പറയാതിരിക്കില്ലെന്നും മനു തോമസ് പറഞ്ഞു. ചിലരുടെ സംരക്ഷണം കിട്ടിയതിനാലാണ് കൊട്ടേഷൻ സംഘങ്ങൾ വളർന്നത്. ഇന്ന് കൊട്ടേഷൻ സംഘങ്ങൾ പാർട്ടിക്ക് തന്നെ തലവേദനയായി. പാർട്ടി ഇത് തിരിച്ചറിഞ്ഞ് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെന്നും മനു പറഞ്ഞു. എന്നാൽ പാർട്ടി നടപടി ഫലപ്രാപ്തിയിൽ എത്തിയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്വന്തം ഫാൻസിന് വേണ്ടിയാണ് P. ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. P. ജയരാജന്റെ പ്രതികരണം പാർട്ടി തീരുമാനമല്ലെന്നും മനു കൂട്ടിച്ചേർത്തു. P. ജയരാജന് പിന്നാലെ മനു തോമസിനെതിരെ തില്ലങ്കരിയും ആയങ്കിയും ഫേസ്ബുക്കിൽ പരസ്യമായ വെല്ലുവിളി. കണ്ണൂരിൽ CPM നേതാക്കൾക്കെതിരെ ഗുരുതര ആരോപണം ഉയർത്തിയ മുൻ നേതാവ് മനു തോമസിന് ഭീഷണിയുമായി ആകേഷ് തില്ലങ്കരിയും അർജുൻ ആയങ്കിയും. മനു തോമസിനെ പരസ്യമായി വെല്ലുവിളിച്ച് ആകാശും അർജുനും ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. ഷുഹൈ വധക്കേസിലെ മുഖ്യപ്രതിയാണ് ആകാശ് തില്ലങ്കരി. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയാണ് അർജുൻ ആയങ്കി. എന്തും പറയാൻ പറ്റില്ലെന്ന് ഇവനെ ബോധ്യപ്പെടുത്താൻ സംഘടനയ്ക്ക് അധിക സമയം വേണ്ട എന്ന് ഓർത്താൽ നല്ലതെന്നായിരുന്നു ആകാശ് തില്ലങ്കരിയുടെ മുന്നറിയിപ്പ്. മാധ്യമങ്ങൾക്കും ബിസിനസ് പങ്കാളികൾക്കും സംരക്ഷിക്കാൻ കഴിയില്ലെന്നും ആകാശ് തില്ലങ്കരി പോസ്റ്റിൽ പറയുന്നു. നേതാവാകാൻ അടികൊള്ളുന്നവരും ചോര വാർന്ന് ജീവിതം ഹോമിച്ച നേതാവായവരും തമ്മിൽ ഒരുപാട് ദൂരമുണ്ടെന്നായിരുന്നു അർജുൻ ആയങ്കിയുടെ പ്രതികരണം. ബിസിനസ് പരിപോഷിപ്പിക്കാൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നതാണ് മനു തോമസ് എന്നും അർജുൻ ആയങ്കി വിമർശിച്ചു. മനു തോമസിനെതിരെ P. ജയരാജൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന് പിന്നാലെയാണ് ആകാശ് തില്ലങ്കരിയും അർജുൻ ആയങ്കിയും തലപൊക്കിയത്. പാർട്ടിയും പാർട്ടി നേതാക്കളെയും ഇല്ലാ കഥകൾ പറഞ്ഞ് അപമാനിക്കാൻ നിൽക്കരുതെന്ന മുന്നറിയിപ്പുമായി റെഡ് ആർമിയും രംഗത്തെത്തി. P. ജയരാജനെ സ്തുതിച്ചുള്ള PJ ആർമി എന്ന പേജ് വ്യക്തിപൂജ വിവാദത്തിന് ശേഷമാണ് റെഡ് ആർമി ആയത്. പാർട്ടിയിൽ ഗ്രൂപ്പുണ്ടാക്കാൻ P. ജയരാജൻ ചർച്ച നടത്തിയെന്നും മകനെയും കൊട്ടേഷൻകാരെയും ഉപയോഗിച്ച് വിദേശത്തും സ്വദേശത്തും ജയരാജൻ കച്ചവടങ്ങൾ നടത്തിയെന്നും കഴിഞ്ഞ ദിവസം മനു തോമസ് ആരോപിച്ചിരുന്നു. ഏതായാലും സൈബർ പോര് മുറുകുകയാണ്. കണ്ണൂർ CPM കലങ്ങി മറിയുകയാണ്. ഒഞ്ചിയവും എടയന്നൂരും വിപ്ലവമായിരുന്നില്ല, വൈകൃതമാണെന്ന് മനു തോമസ് പറയുമ്പോൾ വരും ദിവസങ്ങളിൽ എന്താ? കൊട്ടേഷൻ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായുള്ള ബന്ധത്തിന്റെ പേരിൽ കണ്ണൂർ CPM-ൽ വീണ്ടും സൈബർ പോര് മുറുകുകയാണ്. CPM-ൽ നിന്ന് പുറത്തായ DYFI മുൻ ജില്ലാ പ്രസിഡന്റ് മനു തോമസിന്റെ വെളിപ്പെടുത്തലുകളും ഇതിന് CPM സംസ്ഥാന സമിതി അംഗം P. ജയരാജൻ നൽകിയ മറുപടിയുമാണ് സൈബർ പോര് രൂക്ഷമാക്കുന്നത്. P. ജയരാജന് മറുപടി നൽകിയ മനു തോമസിനെതിരെ ആകാശ് തില്ലങ്കരിയും അർജുൻ ആയങ്കിയും അനുയായികളും ഉൾപ്പെടെ പരസ്യമായി ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തി. ഏതായാലും മനു തോമസും മറുപടിയുമായി രംഗത്ത് വന്നിട്ടുണ്ട്. കണ്ണൂരിലെ സംഘടനയെ സംരക്ഷിക്കാൻ അധികം സമയം വേണ്ട എന്ന ഭീഷണിയിൽ നിന്നും അക്കാര്യം നിങ്ങളെ ആരെങ്കിലും ചുമതലപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് പറയേണ്ട ബാധ്യത CPM-ന്റെ നേതൃത്വത്തിനാണ്. അതവർ പറയട്ടെ. കൊലവിളി നടത്തിയ സംഘത്തലവന്മാരോട് നിങ്ങൾ പറയുന്ന ഈ പ്രതിരോധമുണ്ടല്ലോ, അത് ആർക്കു വേണ്ടി എന്തിനൊക്കെ നടത്തിയതാണെന്ന കൃത്യമായ ബോധ്യമുണ്ടെന്നും കൂടുതൽ പറയിപ്പിക്കരുതെന്നും മനു തോമസ് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒഞ്ചിയവും എടയന്നൂരും ഉൾപ്പെടെ നടന്നത് വിപ്ലവമായിരുന്നില്ല, വൈകൃതമായിരുന്നു. ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം. അത് നട്ടെല്ല് നിവർത്തി നിന്ന സമരം ചെയ്യുന്നതിനിടെ ആയിരിക്കണം. ഒറ്റയ്ക്കായാലും സംഘടനയിൽ നിന്നായാലും. ആരാന്റെ കണ്ണീരും സ്വപ്നവും തകർത്ത് കിട്ടുന്ന സന്തോഷത്തിലോ കൊട്ടേഷൻ മാഫിയ സ്വർണ്ണപ്പണത്തിന്റെ തിളക്കത്തിലോ ഡിവൈൻ കമ്മ്യൂണിസ്റ്റ് ഫാൻസ് പരിവേഷത്തിലോ അഭിരമിക്കുന്നവർക്ക് അത് അറിയണമെന്നില്ല. കൊല്ലാനാകും, പക്ഷേ നാളെയുടെ നാവുകൾ നിശബ്ദമായിരിക്കില്ല. അതുകൊണ്ട് തെല്ലും ഭയമില്ല വ്യാജ സൈന്യങ്ങളെ എന്നാണ് മനു തോമസിന്റെ മറുപടി.